ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു സ്കൂളി. നമ്മുടെ ഇന്നത്തെ സെഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 9ാം ക്ലാസ്സിൽ നിന്നും ഇപ്പൊ 10ാം ക്ലാസ്സിലേക്ക് പോകുന്ന നമ്മുടെ കുറച്ച് മക്കളുണ്ട്. വളരെ ടെൻഷനിലൊക്കെയാണ്. അപ്പൊ നിങ്ങൾ ഈ ക്ലാസ്സിലേക്ക് 10th സ്റ്റാൻഡേർഡിലേക്ക് പോകുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കോണ്ടന്റ് സെഷൻസും അതേപോലെ തന്നെ ചെറിയ ചെറിയ ടിപ്സും ഒക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതിനായിട്ട് സ്കൂളിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ നമ്മുടെ ആപ്പ് അവൈലബിൾ ആണ്. ആപ്പിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനായിട്ടൊക്കെ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. സോ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം അല്ലേ. അപ്പൊ നമ്മൾ 10th സ്റ്റാൻഡേർഡിലേക്ക് കയറുമ്പോൾ ഫസ്റ്റ് നമ്മൾ അങ്ങോട്ട് 9th എൻഡ് ആകുമ്പോൾ തൊട്ട് എല്ലാവരും പറയാൻ തുടങ്ങും, ദേ അടുത്തത് 10ാം ക്ലാസ്സിലാട്ടോ, നന്നായി പഠിക്കണേ. ഇത് കേട്ട് 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 നമ്മൾ ആകെ ഒരു ടെൻഷൻ പിടിച്ചൊരു മൈൻഡിലായിരിക്കും 10th പോവുക. മക്കളെ, 8ാം ക്ലാസ്സിൽ നിങ്ങൾ എന്തു പഠിച്ചോ, മോസ്റ്റായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ 8th നമ്മൾ പഠിച്ച കുറേ ടോപ്പിക്കുകൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഒക്കെ തന്നെയാണ് 10th. നിങ്ങൾ 9th ശരിക്കും നമ്മൾ 8th 9th 10th എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 9th ആണ് ഏറ്റവും ടഫ്. അപ്പൊ 9th നിങ്ങളിപ്പം ചിലപ്പം 9th നിങ്ങൾക്ക് മാർക്ക് കുറവായിരിക്കും. അപ്പൊ ബേസ് ചിലപ്പോൾ അതൊന്നും തന്നെ നിങ്ങൾ ഇനി അങ്ങോട്ട് ഓർക്കേണ്ട കാര്യമില്ല. 8th അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് പല സബ്ജക്റ്റും 10th വരുന്നത്. അപ്പൊ നമുക്ക് ഇനി 9th പറഞ്ഞതുപോലെ മാർക്കൊക്കെ കുറവായിരുന്നു. എനിക്ക് 9ാം ക്ലാസ്സിലെ മാർക്ക് കുറവാ. അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് 10ാം ക്ലാസ് ഞാൻ എങ്ങനെ പഠിച്ചെടുക്കും? എനിക്ക് ഉറപ്പായിട്ടും 10th മാർക്ക് കുറവായിരിക്കും. നമ്മൾ അങ്ങനത്തേതായിട്ടുള്ള ഒരു മനസ്സിൽ നേരത്തെ തന്നെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കരുത്. ഞാൻ പറഞ്ഞില്ല, 8th നമ്മൾ പഠിച്ചിട്ടുണ്ടോ, ദെൻ 10th നമുക്ക് വലിയ കുഴപ്പമില്ലാതെ പോകും. 9th ഒക്കെ ഉഴപ്പിയുള്ളവര് കുറച്ചും കൂടെ 10th ആകുമ്പോൾ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ നമ്മള് എല്ലാവരും പറയുന്നത് 10th ഭയങ്കര പാടാണ്, 10th is very important, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ മൈൻഡിലേക്ക് സ്റ്റഫ് ചെയ്യരുത്. നോർമലി നമ്മൾ ഒരു ക്ലാസ്സിൽ എങ്ങനെ ജോയിൻ ചെയ്യുന്നു, അപ്പൊ നമ്മൾ 5ാം ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്തു അല്ലെ, 6, 7th 8th ഇങ്ങനെ പോയില്ലേ, ആ ഒരു രീതിയിൽ തന്നെ 10th ജോയിൻ ചെയ്തു. യെസ്, ആദ്യത്തെ ഒരു എക്സാം ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ചിലവർക്ക് നല്ല മാർക്ക് കിട്ടും, ചിലപ്പോൾ ഒരു ക്ലാസ് ടെസ്റ്റ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് മാർക്ക് കുറവായിരിക്കും. വാട്ട് എവർ, നിങ്ങൾ ഓർക്കുക, അത് നമ്മളെ റിസൾട്ടിനെ ഒരു തരത്തിലും അത് അഫക്റ്റ് ചെയ്യുന്നില്ല. മാർക്ക് കുറയുകയാണെങ്കിൽ എന്താണ് കുറഞ്ഞത്, എനിക്ക് എവിടെയാണ് എൻ്റെ പ്രശ്നം, അത് മനസ്സിലാക്കിയിട്ട് അടുത്ത എക്സാമിന് മാർക്ക് നേടാനായിട്ട് തന്നെ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഏതൊരു സബ്ജക്റ്റും ഇപ്പൊ കുറച്ച് നിങ്ങളിപ്പോ ഏതെങ്കിലും ട്യൂഷൻ സെന്ററിൽ പോയാലും അല്ലെങ്കിൽ സ്കൂളുകളിലാണെങ്കിലും നോട്ട്സ് ഉണ്ട്. നോട്ട്സിനെ മാത്രം ഒരിക്കലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യരുത്. നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യുക. അപ്പൊ ഒന്നിച്ചൊരു വലിയ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് റീഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്, ഇപ്പൊ ക്ലാസ്സിലെ ടീച്ചർ ഒരു ടോപ്പിക് എടുത്തു, ഫോർ എക്സാമ്പിൾ ഇന്ന് റെസ്പിറേഷൻ ആണ് എടുത്തതെങ്കിൽ വീട്ടിൽ വന്ന് അന്ന് തന്നെ ടെക്സ്റ്റ് ബുക്ക് വായിക്കാനായിട്ട് ശ്രമിക്കുക. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാർക്ക് ചെയ്ത് വെക്കുക. കാരണം MCQs നമുക്ക് അവിടെ നിന്ന് വരുന്ന എഴുതാൻ പറ്റും. നിങ്ങൾക്ക് ഓൾറെഡി എല്ലാവർക്കും ലാംഗ്വേജ് ഉള്ളവരാണ്. സോ നമ്മൾ കാണാതെ പഠിക്കാതെ ഫാക്ട്സ് ഒക്കെ കണക്ട് ചെയ്ത് പഠിക്കുക. ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴും ക്ലാസ്സിലെ ടീച്ചേഴ്സ് എക്സാം ഒക്കെ എടുക്കും സ്കൂളുകളിൽ അല്ലേ. അപ്പൊ മക്കളെ, അതിൽ എത്ര മാർക്ക് കിട്ടി? അപ്പൊ എനിക്ക് 15ൽ 15 ഒരു ചാപ്റ്ററിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ചാപ്റ്ററിൽ പക്കയാണ്. പക്ഷെ എനിക്ക് 10 മാർക്കേ ഉള്ളെങ്കിൽ ഈ 5 മാർക്ക് എനിക്ക് കുറയാൻ കാരണം എന്താണ്, എവിടെയാണ് ഞാൻ വീക്കായിരിക്കുന്നത്, അത് മനസ്സിലാക്കി ആ ഒരു ചാപ്റ്റർ ഒന്നും കൂടെ നമ്മൾ പഠിക്കുക. പിന്നെ എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് സോഷ്യൽ ആണെങ്കിൽ എല്ലാ ദിവസവും ഞാൻ സോഷ്യൽ പഠിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയല്ല, നമുക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത സബ്ജക്ട് ഏതാണോ അതിനായിരിക്കണം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിൽ പാരൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ മക്കൾക്ക് എല്ലാ സബ്ജക്റ്റും എളുപ്പമാവണമെന്നില്ല. ചിലവർക്ക് സോഷ്യൽ ഇഷ്ടമാണ്, ചിലർക്ക് സയൻസ് ഇഷ്ടമാണ്, ചിലർക്ക് ഹിന്ദിയാണ് ഇഷ്ടം. അത് ഓരോരുത്തരും ഡിപ്പെൻഡ് ആയിരിക്കും. ഇപ്പൊ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ അത് നമുക്ക് തന്നെ നേരത്തെ അറിയാം, നമ്മുടെ കുട്ടിക്ക് മാത്സ് ബുദ്ധിമുട്ടാണ്. സോ നേരത്തെ എന്തെങ്കിലും സ്പെഷ്യൽ ട്യൂഷൻസോ അല്ലെങ്കിൽ സ്കൂളിലാണെങ്കിലും നമുക്ക് മാത്സ് നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചറിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇൻഫോം ചെയ്യാം, മാത്സിൽ ഇച്ചിരി പുറയില്ല, കാരണം ഒരു സബ്ജക്റ്റിന് മാർക്ക് കുറഞ്ഞാൽ മൊത്തത്തെ അത് നെഗറ്റീവ് ആവും ഫൈനൽ റിസൾട്ട് എന്നുള്ള ഒരു കാര്യത്തിൽ. അപ്പം നമ്മൾ എപ്പോഴും സ്കൂളിനോടൊപ്പം അപ്ഡേറ്റഡ് ആയിട്ട് പോവുകയാണെങ്കിൽ ഏകദേശം ഡിസംബറോട് കൂടി തന്നെ നിങ്ങൾ സിലബസിലുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിയും. പിന്നെ ജാൻ ഫെബ് ഒക്കെ ആകുമ്പോൾ ജാൻതോടൊക്കെ നല്ലൊരു റിവിഷനും ഒക്കെ എടുത്തിട്ട് നമ്മൾ എക്സാമിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വളരെ ഹെൽപ്പിംഗ് ആണ്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു ടോപ്പിക് ഇപ്പം പഠിപ്പിച്ചു, ഹിസ്റ്ററി ഒക്കെയാണ് കുറച്ച് ബുദ്ധിമുട്ടാണ് ടീച്ചർ. അപ്പൊ അതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറെ ഉണ്ട്. കണക്റ്റഡ് ഫാക്ട്സ് എല്ലാം മാർക്ക് ചെയ്തിട്ടും കിട്ടുന്നില്ല. അപ്പൊ ചെറിയ ചെറിയ ബുള്ളറ്റിന് ഇട്ട് നമുക്ക് അത് എഴുതി വെക്കാം. എക്സാം സമയത്ത് അതൊന്ന് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ വേർഡ്സിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പാരന്റ്സ് എപ്പോഴും കുട്ടികളോട് ഇങ്ങനെ
നമ്മള് എന്താണ് നിങ്ങൾ 10th പഠിക്കുക ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് നെഗറ്റീവ് എനർജി ഓൾസോ നമ്മളൊരു ബർഡൻ ആണ് കൊടുക്കുന്നത്. ആസ് യൂഷ്വൽ പഠിച്ച് ഇപ്പം ഈ ഒരു കുട്ടികളുടെ ഏജ് എന്ന് പറയുന്നത് നമ്മൾ അവരൊരിക്കലും അഡ്വൈസ് ഇഷ്ടപ്പെടില്ല ഒരു ഏജിൽ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇവർക്ക് ഉപദേശിക്കാനേ അറിയുള്ളൂ എന്നൊരു മെന്റാലിറ്റിയാണ് കുട്ടികൾക്ക്. അപ്പൊ നമ്മള് സ്നേഹപൂർവ്വമായിട്ട് മാക്സിമം അവരോട് ദേഷ്യപ്പെടാതെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ചില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ ജസ്റ്റ് ഒന്ന് പറയാതെ സ്ട്രെസ് ചെയ്യാതെ സിമ്പിളായി ഇന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കേട്ടോ, ആ ഒരു രീതിയിൽ മാത്രം കുട്ടികളുടെ അടുത്ത് നമ്മൾ അത് പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ അവരുടെ ഒരു ഏജിൽ നമ്മൾ അവരൊരിക്കലും ഒരു മുതിർന്ന കുട്ടിയായിട്ട് അംഗീകരിക്കുന്നില്ല. പക്ഷെ ചില കുട്ടികളൊക്കെ കരയുമ്പോ അയ്യേ എത്ര വലിയ കുട്ടിയായിട്ട് നീ കരയുന്നോ എന്ന് പറയുമ്പോൾ നമ്മളൊരു വലിയ കുട്ടിയായിട്ടും അംഗീകരിക്കുന്നില്ല, ചെറിയ കുട്ടിയായിട്ടും അംഗീകരിക്കുന്നില്ല. സോ അവർക്കും കുറച്ച് സ്ട്രെസ്സും സ്ട്രെയിനും ഫ്രസ്ട്രേഷനും ഒക്കെ ഉള്ള ഒരു ഏജ് ആണ്. അപ്പൊ നമ്മളും അതോടൊപ്പം അത് മനസ്സിലാക്കി നിൽക്കുക. മാക്സിമം പെട്ടെന്ന് മാർക്കൊക്കെ കുറയുമ്പോൾ നമുക്ക് ടെൻഷൻ ആണ്, ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാ പാരന്റ്സിനും ടെൻഷൻ ഉണ്ടാവും. പക്ഷെ അത് കുട്ടികളിലേക്ക് നമ്മൾ അങ്ങോട്ട് അവർക്കും കൂടെ ആ ഒരു ടെൻഷൻ കൊടുക്കാതെ ഏത് സബ്ജക്റ്റ് ആണല്ലേ കുട്ടി പരാജയപ്പെട്ടിരിക്കുന്നല്ലേ, എന്താണ് കുഴപ്പം എന്ന് മനസ്സിലാക്കിയിട്ട് അത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കും. ഇപ്പം ഒരു എക്സാമിന് 15 കുട്ടിക്ക് 2 മാർക്കേ ഉള്ളൂ. കുട്ടിയെ കുറെ നമ്മൾ വഴക്കു പറഞ്ഞു അടിച്ചു, പക്ഷെ വീണ്ടും ഈ 2 മാർക്ക് എന്നുള്ളത് ഒരിക്കലും മാറുന്നില്ല. അപ്പൊ നെക്സ്റ്റ് എക്സാമിൽ എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യുക, എന്താണ് കുട്ടിയുടെ കുഴപ്പം, അത് മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ സ്പെഷ്യൽ ട്യൂഷനോ അല്ലെങ്കിൽ സ്പെഷ്യൽ കെയറിങ്ങോ ഒക്കെ കൊടുക്കാം. പക്ഷെ നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെ പുറകെ നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും തോന്നില്ല എന്നെ ഫോഴ്സ് ചെയ്യുക. നമ്മൾ ഇൻഡയറക്ട്ലി പക്ഷെ അവർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ബിക്കോസ് അത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏജും കൂടെയാണ്. കുട്ടികൾ ഇനി എന്തെങ്കിലുമൊക്കെ വിഷമത്തിൽ അവർ കരയുന്നെങ്കിൽ അവർ കരയട്ടെ, അവർ കരഞ്ഞ് അവരുടെ ആ ഫീലിങ്സ് പോട്ടെ. നമ്മളിങ്ങനെ ഒരു കാര്യം പറഞ്ഞ് കുറെ അവരുടെ പുറകെ നടക്കുമ്പോൾ അവർക്കും ഞാൻ വിഷമിച്ചാല് പുറകെ ദേ നടന്ന് എന്നെ ഉപദേശിക്കാൻ ആളുണ്ട്. നമ്മൾ സിമ്പിൾ അതിന്റെ റീസൺ പറഞ്ഞു കൊടുത്തു മാറുക. പിന്നെ അവർ തന്നെ ഒന്ന് ചിന്തിച്ച് ഇങ്ങനെയാണ്, കാരണം അവരുടെ ഉള്ളിൽ തന്നെ ഒരുപാട് കോൺഫ്ലിക്റ്റുകളൊക്കെ നടക്കുന്ന ഒരു ഏജും കൂടിയാണ്. അപ്പം പാരന്റ്സിനും അതുപോലെ തന്നെ കുട്ടികൾക്കും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്സിലാണ് പഠിക്കേണ്ടത്. ഇതിൽ ചെയ്യേണ്ട നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആക്കുക, ഡെയിലി കാര്യങ്ങളൊക്കെ പഠിച്ചു പോവുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മറന്നു പോകുന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ചെറിയ നോട്ട്സ് ആക്കി വെക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ തന്നെ സ്കൂളുകളിൽ മോക്ക് ടെസ്റ്റ് ഇടും, അതിന്റെ എക്സാംസ് ഒക്കെ എഴുതുക. അങ്ങനെ മാക്സിമം എക്സാമുകൾ എഴുതി നമുക്ക് ക്ലിയർ ആകുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ സ്കൂളിൽ ഒരു പുതിയ ബാച്ച് ക്ലാസ് 10 ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ക്ലാസ്സുകളൊക്കെ മെയ് 14 തീയതിയാണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ക്ലാസ് ഒക്കെ ലൈവ് ആണ്. ലൈവ് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഒരു ഓഫ്ലൈനിലൊക്കെ പോയി നിങ്ങൾക്കൊന്ന് പനി പിടിച്ചു സ്കൂൾ ക്ലാസ്സിൽ പോകാൻ പറ്റിയില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ലൈവ് ക്ലാസ് നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ റെക്കോർഡഡ് വീഡിയോ അവൈലബിൾ ആണ്. ചാപ്റ്റർ വൈസ് എക്സാംസ്, ഓരോ ചാപ്റ്ററും കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാമുകൾ ഉണ്ട്. മാത്രമല്ല ഇന്നിപ്പോ ബയോളജിയിൽ അല്ലെ ഫിസിക്സിലെ ലൈറ്റ് പഠിച്ചു, ആ ലൈറ്റിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ MCQസും ആ ടോപ്പിക്ക് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എക്സാം ഉണ്ട്. പിന്നെ ചാപ്റ്റർ കഴിയുമ്പോൾ ചാപ്റ്റർ വൈസ് എക്സാംസ്. പിന്നെ നിങ്ങൾ നേരിട്ട് നിങ്ങളുടെ പഠന നിലവാരം ഉയർത്താനും അതിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന് അറിഞ്ഞിട്ട് അത് മനസ്സിലാക്കാനായിട്ടുള്ള പാരന്റ്സിനെ ആയിട്ടുള്ള നമ്മുടെ മെന്റേഴ്സിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ ഫാക്കൽറ്റീസ് ഒക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണ്. അതുപോലെ മെന്റർ സപ്പോർട്ട് ഒക്കെ നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ജോയിൻ ചെയ്യുമ്പോൾ അന്ന് വളരെ കുറഞ്ഞ ഫീസിൽ മാത്രമാണ് നമ്മൾ ഈ കോഴ്സ് കൊടുക്കുന്നത്. 1 ഇയറിൽ നമ്മുടെ ഫീസ് എന്ന് പറയുന്നത് 4299 രൂപ മാത്രമേ ഉള്ളൂ. അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ സ്കൂളിൽ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ക്ലാസ് 10 കാണും, ബൈ നൗ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ, അതായത് 7994996696 ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിക്കുകയോ ചെയ്യാവുന്നതാണ്. മാത്രമല്ല 10th മാത്രമല്ല, നമ്മൾ ഒരു 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ബാച്ചുകളാണ് 12ാം തീയതിയും 6, 7, 14ാം തീയതിയുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ എല്ലാ കോഴ്സുകൾക്കും ഈ ഒരു ഓഫേഴ്സ് ഒക്കെ തന്നെ അവൈലബിൾ ആണ്. അപ്പൊ ആരെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നമ്മുടെ സ്കൂളി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.